ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമാണ്. അതായത് കുറച്ച് ദിവസത്തിന് ശേഷം ഞങ്ങൾ അനിയൻ കംബാക്ക് അടിച്ചിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഞാൻ പോയ കാര്യങ്ങളൊന്നും നടന്നില്ല. കാരണം ഞാൻ പണി ഇപ്പോഴാണ് പോയത്. പക്ഷേ 2-3 സെറ്റായി പോയമുണ്ടല്ലേ. 2-4 സെറ്റായി. പക്ഷേ ഞാൻ നോക്കിയിട്ട് പോകുന്നുള്ളൂ. കാരണം അത് കൺഫേം അല്ല. കാരണം അത്യാവശ്യം സീന് പണിയാണ്. ഞാൻ ഇൻഷാല്ലാ പുറത്തേക്ക് നോക്കട്ടെ. എന്തായാലും പെരക്കാരോടും ചോദിച്ചിട്ട് ഞാൻ പോകുന്നുള്ളൂ. കാരണം തീരുമാനമൊക്കെ അറിഞ്ഞിട്ടേ പോകുള്ളൂ. എന്താ അമ്മമ്മക്ക് പറയാറില്ല, എന്താണ് പറഞ്ഞത്? എന്താണ് ഇപ്പൊ എന്താണ് ഇങ്ങനെ പോവുക, പിന്നെ നമുക്ക് നോക്കാം അല്ലേ? എന്തമ്മക്കണ്ട അതന്നെ പറയാല്ലേ. ഒരു മാസത്തിന് ശേഷം 4 ആളും കൂടിയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പറഞ്ഞുതരാം. നമ്മള് കഴിഞ്ഞ ദിവസം നമ്മള് മൃഗാശുപത്രിക്ക് ഒന്ന് പോയി. നമ്മളെ തത്തമ്മനെയും കൊണ്ടിട്ട് ഇപ്പൊ ഡോക്ടറിനോട് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു തത്തമ്മക്ക് വേറെ പ്രശ്നമില്ല, തത്തമ്മ ഇങ്ങനെ തൂങ്ങി നടക്കുകയാണ്. കാണിച്ചു തരാം. തൂങ്ങി നടക്കാൻ മീൻസ് തൂക്കം പിടിച്ചെടുക്കാം. ചെറിയൊരു കുഴക്കം അളിയന്. മാങ്ങ കൊടുത്തിട്ട് അതായത് ചെക്കനൊരു ക്ഷീണം. നമ്മൾ എഴുതി എന്തെങ്കിലും ഇനിയിപ്പോ തീറ്റന്റെ കുഴപ്പമാണോ അതിന്റെ കുഴപ്പമാണെന്ന് നമുക്കറിയില്ല. നമ്മള് പോയി ചോദിച്ചു പോലും പറഞ്ഞു തീറ്റന്റെ കുഴപ്പമൊന്നുമില്ല, ചെക്കനൊരു ഇല്ലാത്തതിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ചെക്കനൊരു ഇണനെ കിട്ടുമെന്നും പാടെ നോക്കണം. പിന്നെ മെയിൻ ആയിട്ടുള്ള സംഭവം അതല്ല, ചെക്കന് കൂടുവാണ്. ചെറിയ കൂടാണ്. ഇതിന്റെ വാല് കണ്ടില്ല നിങ്ങള്? ആകെ നാശമുണ്ട്. പാറി പറന്നിറക്കാനുള്ള സ്ഥലല്ല. അപ്പൊ വലിപ്പമുള്ള കൂട് നമുക്ക് കിട്ടുമോ നോക്കണം. ഉമ്മ കൂടി നമുക്ക് തപ്പി നോക്കല്ലേ? മമ്മ കൂട് തപ്പി നോക്കല്ലേ? ഇത് മെയിൻ ആയിട്ട് എന്താ അറിയോ, ഞങ്ങൾ ഇതിന് കൊടുക്കല് മാങ്ങ, പേരക്ക, ഈ ഇതിന് തേനയാണല്ലോ മെയിൻ ആയിട്ട് വേണ്ടി. നമുക്കറിയില്ലല്ലോ. ഇതിനായിട്ട് വേറെ ഫുഡാണ് കൊടുക്കേണ്ടിയത്. ഇത് വളർത്തണ സാധനാണേ. ഇതിന് മാങ്ങയും പേരക്കാണ് കൂടുതൽ ഇഷ്ടം. അതാ കുരി വിചാരിച്ചാ പേരക്കന്റെ കുരി ഒന്നിനെ തേന വിചാരിച്ചിട്ട്. ഇമ്മാന്റെ പൂതി എന്താ അറിയോ, മറ്റേ പേരക്ക ഭയങ്കര ഇഷ്ടമായിട്ട് തിന്നാണ്. തേന വിചാരിച്ചിട്ട് തിന്നാണത്. മാങ്ങ അണ്ടിയാണ് കൂടുതൽ ഇഷ്ടം. അണ്ടിയോ? നമുക്ക് ഏകദേശം 5 മണി 4:30 വേഗം പോയോക്കാം. നോക്കണം കൂട് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ വിചാരിച്ചത് ബെൽഡ് ചെയ്തിട്ട് ഒരു കൂട് ഉണ്ടാക്കാന്നാണ്. ചോദിച്ചില്ല, അതിന് അത്യാവശ്യം റേറ്റ് ആവുമെന്ന് പറഞ്ഞു. അതാ പിന്നെ കൂട് വാങ്ങാന്ന് കരുതിയത്. വലിയ കൂട് കിട്ടുമോ നോക്കണം ആദ്യം. നമുക്ക് എന്തെങ്കിലും പോയാലോ? നമുക്ക് പോവാം. അപ്പൊ കഴിച്ച് ഞങ്ങളെ ഉണ്ടാവും നേരെ പോയോട്ടെ. കഴിച്ച് നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഒരു മഴ നമ്മള് കഴിഞ്ഞു, അടുത്ത മഴക്കുള്ള കോളുണ്ട്. ഇനി ഫുള്ള് മഴ തന്നെയാല്ലേ? മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മഴ തന്നെയാണ്. ചൂടുമ്പോക്കെ രാഗം കിട്ടണ്ടേ മനുഷ്യന് ആകെ വീകല്ലേ. നീ ചോർന്നിട്ട് നിക്കേണ്ടി വരില്ല. ചോരും വൈ വെള്ളം ചോദിച്ചൊക്കെ സാധാരണയല്ലല്ലോ. ഇപ്പൊ വീഡിയോ എടുക്കാനൊക്കെ നമ്മള് കുടുങ്ങ. രാവിലെ ചളിയിൽ ഇവിടെ കണ്ടില്ലേ, ചളി ഉണ്ടാവും, പിന്നെ കറണ്ട് ഉണ്ടാവൂല. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എപ്പോ പോയതാ കറണ്ട്? മഴക്കാറ് കഴിഞ്ഞപ്പോ കറണ്ട് പോയതാ. അതാ പറഞ്ഞത്. ഇനി നമുക്ക് നേരെ പോയി നോക്കാം. ടൈം നമുക്ക് തീരല്ല. ഇനി അഥവാ കൂട് കിട്ടുകയാണെങ്കിൽ തന്നെ ഗുഡ്സ് ഒപ്പിച്ചണം, ഗുഡ്സിൽ ഇങ്ങോട്ട് കൊണ്ടുവരണം. കുറച്ച് ഞാൻ ചോദിച്ചു നോക്കട്ടെ. അതായത് ഈ സാധനങ്ങളൊക്കെ വളർത്തുന്നോടത്ത് ചോദിച്ചു നോക്കട്ടെ, ഇതിന് എന്ത് തീറ്റ കൊടുക്കേണ്ടിയാണ്. ആദ്യം അതിന്റെ ഒരു ഫോട്ടോ എടുക്കണേടാ. ഇതാണോ പെണ്ണാന്ന് കാണിച്ചു കൊടുക്കണ്ടേ? വീഡിയോ ഉണ്ടല്ലോ. ഓക്കെ അത് മതി. നമുക്ക് ചെക്കൻ പെണ്ണാണ് ആണാന്നുള്ളതിന് നമുക്ക് ഡൗട്ട് ഉണ്ട്. കിട്ടീനെ അങ്ങോട്ട് ചോദിച്ചു നോക്കല്ലേ? പോയി നോക്കട്ടെ. 2 കൊണ്ടുവരാനാണ് ഉമ്മ പറഞ്ഞത്. ചോദിച്ചു നോക്കാം, പോയി നോക്കണ്ടേ. ഗൈസ്, അങ്ങനെ നമ്മളിവിടെ ചുങ്കത്തിലെത്തിക്കണേ. ഓനാക്കണ അവിടെ ഒരു കട ഉണ്ട്. അപ്പൊ അവിടെ ചെന്ന് ചോദിക്കാൻ വേണ്ടി ചെന്നിരുന്നു കൂട്, വലിയ കൂടിന്റെ കാര്യം. ഇവിടെ തന്നെ നമ്മളെ കുട്ടികളൊക്കെ ഉണ്ട്. അവരെ ഫാൻസി കുട്ടികളൊക്കെ കയ്യ കാടിന് മറ്റേ ചോദിക്കണുണ്ട്. എന്താണോ നമുക്ക് നോക്കിട്ട് പറയാം. വലിയ കൂട് കിട്ടിയാൽ മതി. കിട്ടുമെന്ന് നോക്കണ്ട ആദ്യം. കാരണം ഇവിടെ ഉണ്ടാവാനും കുറവാ. അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കേണ്ടി വരും. ചെക്കൻ വരുന്നുണ്ട്, നടന്നിട്ടില്ല തോന്നുന്നു. എന്താ പറഞ്ഞേ? എന്താ ഒന്നല്ലെങ്കിൽ ഉണ്ടാക്കിപ്പിക്കേണ്ടി വരും. ആണോ? വലിയ കൂടെ ഉണ്ടാക്കിപ്പിക്കല? ഒന്നല്ലാന്നുണ്ടെങ്കിൽ വലിയ കൂടെ ഉണ്ടാക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, വലിയ കൂടെ ഉണ്ടാക്കുക. ആണോ? കിട്ടൂല. അത് നിലമ്പൂര് പോയേക്കാം. നമുക്ക് എന്തായാലും നിലമ്പൂരും കൂടി പോയേക്കാം. കാരണം ഇവിടെ അല്ലാന്നാ പറഞ്ഞേ. മിക്കവാറും ഉണ്ടാക്കിപ്പിക്കേണ്ടില്ലേ? ഉണ്ടാക്കിപ്പിക്കേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കിയത് നിലമ്പൂർ പോയേക്കാം. അതിന്റെ ഇടയിൽ കൂടെ മയ്യമ്പാട് വരുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരാൾക്ക് വിളിച്ച് ചോദിച്ചു നോക്കണേ. 2 ഷോപ്പിന്റെ നമ്പർ ഇട്ടിക്കണേ. ഷോപ്പിൽ വിളിച്ചു നോക്കിയിട്ട് പോകാന്ന് കരുതി. അല്ലാന്നുണ്ടെങ്കിൽ ഈ മയത്ത് എവിടത്തും ഇവിടുത്തെ പോകേണ്ടി വരും.
നോക്കി നോക്കാം. മൂപ്പര് നമ്പർ അയച്ചാൽ തന്നിട്ടുണ്ട്, നമുക്ക് വിളിച്ചു നോക്കിട്ട് പോയോക്കാം, അതേ നടക്കുള്ളൂ. അങ്ങനെ നമ്മള് നാട്ടില് വേറെ സ്ഥലത്ത് കൂടി പോകുന്നതാണ്, ചന്തത്തിൽ പോകുന്നതാണ്. ഒരു ഷോപ്പിൽ വന്നപ്പോഴും തത്തന്റെ കൂടിയിട്ടാണ് അമ്മ ചെറുതൊക്കെയാണല്ലോ. ഈ സാധനമല്ലേ നിങ്ങളിവിടെ വാങ്ങിച്ചതാ? ഒരു കസ്റ്റമർ ബോർഡിങ്ങാണ്. ഇങ്ങനത്തെ സാധനത്തിന് അവിടെ കിട്ടുമോ? ഞാണല്ലേ എന്തായാലും നോക്കി നോക്കട്ടെ കൂടിങ്ങി അവിടെ ഉണ്ടാവുക. മനസ്സിലല്ലേ കടിച്ചണ്ട നമ്മളെ തത്തൊക്കെ ആണോ? ഇത് കടിക്കൂല. കടിച്ചിന്റെ കൈ കുറച്ച് നമ്മളെ തത്തൊക്കെ ഇങ്ങനെ കൈ ഇട്ട് കൊടുക്കണ്ടല്ലോ, പിന്നെ ആ വരലുണ്ടാവും. പിന്നെ വരലുണ്ടാവില്ല. ഇത് നോക്കിയാ നമുക്ക് തീരെ ടൈമും ഇല്ല. കടിക്കലേ മെല്ലെ. ഇപ്പൊ ചോദിച്ചു ഇവിടെ ഉണ്ടാവുക. അപ്പൊ നമ്മള് ചോദിച്ചു നോക്കി, ഓന് ഇവിടെ വേറൊരു ഇത് പറഞ്ഞു അവിടെ റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയേക്കണല്ലേ. അപ്പൊ അറിയില്ല പിന്നെ അവർക്ക് അന്ത വെച്ചത് കൊണ്ടിട്ട് വെമ്പാ മഴ നല്ല മഴ പെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം, കാരണം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മഴ കൊണ്ടുകൊണ്ട് തീരുമാനമാവും. ആ തത്ത സെറ്റായില്ലേ? ആ തത്തല്ലേ അങ്ങനത്തേനെ കിട്ടുമോ നോക്കണം. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി വാങ്ങും. ആദ്യം നമ്മൾ കൂട് നോക്കട്ടെ. അങ്ങനെ നമ്മള് ചെക്കൻ പറഞ്ഞൊരു സ്ഥലത്ത് എത്തിക്കണ്. ഇവിടെ പുറത്തൊക്കെ രണ്ടെണ്ണം കാണാനുണ്ട് കൂടൊക്കെ ഉണ്ടാക്കി വെച്ചത്. ഇതന്നെയാണോന്ന് അറിയില്ല, ചെന്ന് ചോദിച്ചു നോക്കണ്ടളിയാ. പക്ഷെ ഇവിടെ ഇല്ല. ആണോ? അല്ല കുടിവെള്ളമല്ല, റെഡിമെയ്ഡ് ഉണ്ടാക്കി വെച്ച കൂട്ടുകളെ. എന്തായാലും സംസാരിച്ചു നോക്കണേ, നോക്കി നോക്കട്ടെ കിട്ടോ ഇല്ലേന്ന്. എന്തായാലും ഇന്ന് കിട്ടലുണ്ടാവില്ല. ഞാൻ പറയുമ്പോഴേ നമുക്ക് വേണമെന്നെങ്കിൽ ഇപ്പൊ ഓർഡർ കൊടുത്ത് പോകാം. എന്നിട്ട് നമുക്ക് മറ്റേ തത്തനെ കിട്ടു നോക്കുന്നത്. നമ്മളവിടെ കൂട് നോക്കി അവിടെ ഉണ്ടാക്കി വെച്ചായിട്ടില്ല, അതായത് റെഡിമെയ്ഡ് സംഭവമല്ല. അപ്പൊ ഓല് പറഞ്ഞത് റെഡിമെയ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടൂലെന്ന് അറിയണേ, അല്ലാന്നുണ്ടെങ്കിൽ ചെന്ന് തപ്പി നോക്കേണ്ടി വരും പറഞ്ഞത്. ഓലൊരു സ്ഥലം പറഞ്ഞു, അവിടെ ചെന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തത്തമ്മ ഉണ്ടാവും പറഞ്ഞത്. തത്തമ്മ ഉണ്ടാവും പറഞ്ഞു അവിടെ. നമുക്ക് നോക്കട്ടെ, എന്തായാലും നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ തപ്പി ഒരു സ്ഥലം എത്തിക്കണ്. ഇല്ലടാ ഇത് നമ്മൾ അവസാനത്തെ പ്രതീക്ഷയാണ്. ബിസ്മി ചൊല്ലിയിട്ട് കേറാ എവിടെയെങ്കിലും ഉണ്ടായാ മതി. ഇനി തത്തമ്മ ഉണ്ട് എന്നാ പറഞ്ഞു ഇവിടെ. പാവ കണ്ടല്ലോ, ലവ് ബേർഡ്സ് അല്ലേ ഇത് പറയും പോലെ. ഒരു മാങ്ങാണ്ടി തേങ്ങാണ്ടി അറിയാതെ പുറപ്പെടും. ഞാനല്ലേ ജിജലൊക്കെ പറഞ്ഞേ. കൂട് ഇപ്പൊ ഇവര് പറഞ്ഞ ഇതാ, അത്യാവശ്യം വലിയ കൂട് ഇതാ. മതിയോ? ഇതായാലും മതി. അതായാലും മതിയോ? പറക്കാലോ വലിപ്പുണ്ടത്. ഇത് മതി. ഇത് മതിയോ? ഇത്രയും നേരമായിട്ട് ഇത് കണ്ടിട്ടില്ല കൊതലതി. ഇതിനുള്ള പോകണം കൂടെ തത്തേ പറയുമ്പോലെ ഇതിനുള്ളിൽ കൂടെ പോകുമല്ലോ. ഇത് പൂച്ചക്കൂട്. നമ്മളൊരു സംഭവം ആദ്യം മനസ്സിലാക്കണം. ഇങ്ങനത്തെ മാതിരി കൂടൊന്നും എവിടെയും വാങ്ങാൻ കിട്ടൂല. ഉണ്ടാക്കി വെച്ചിലാണ്. പിന്നെ കിട്ടും എറണാകുളത്ത്, കൊച്ചി, ആ സ്ഥലത്തൊക്കെ അല്ലേ, നമ്മളവിടെ കിട്ടൂല. പിന്നെ വേറൊരു കാര്യം, അങ്ങനത്തെ തത്തമാളി ഇവിടെ കിട്ടൂല. ഞങ്ങൾ കൊറേ അന്വേഷിച്ച് നോക്കിപ്പോ എവിടെ ഇല്ലെന്ന് പറഞ്ഞേ. എന്തൊക്കെ ആട്ടെ, ഇനിയിപ്പോ എവിടുന്ന് ഓർഡർ ചെയ്യാൻ? ഇനിയിപ്പോ കോഴിക്കോടൊക്കെ പോയി വാങ്ങേണ്ടി വരും തത്തമ്മനെ. നട്ടപ്പാതിരെ വൈകുന്നേരമായി. ഇനിയിപ്പോ കോഴിക്കോട് എത്തൂല. കോഴിക്കോട് എത്തണമെങ്കിൽ തന്നെ 2 മണിക്കൂർ വേണം. ഉമ്മാനോടും എന്ത് പറയുന്ന വലിയ വീമ്പറക്കാനാണ് പെരിന്ന് ഇറങ്ങിയിരിക്കണേ. കൂടും കൊണ്ടൊക്കെ വരുള്ളൂ പറഞ്ഞിട്ട്. ഇനിയിപ്പോ എന്താവും അറിയില്ല. എന്താണ് എന്താ ഉദ്ദേശിക്കണ? എന്താ ഒന്നുമില്ല, നേരെ പെരിയിൽ പോവാ. എന്നിട്ട് കാര്യം പറയാ മുഞ്ചീകണിട്ട് അറിയാം. ഇങ്ങനെ നമ്മളോട് ക്ഷമിക്കണം, കാരണം നമ്മള് വിചാരിച്ച മാതിരി സംഭവങ്ങൾ നടന്നില്ല. നേരെ പെരിയിൽ പോയി വെക്കാം. സംഭവം മുഞ്ചി പെരിയിൽ പോയേക്കാം. അമ്മമാരോട് ഒരു പ്ലാനും ഇല്ലാതെ നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്നുള്ളതിന് ഉദാഹരണമാണിത്. അതായത് അതന്നെയാണ് സംഭവം. അതാണ് ഈ പ്ലാൻ ഇല്ലാതെ ഒരു പരിപാടിക്ക് നിൽക്കരുത്. നമുക്ക് ആക്കി നോക്കി തത്തമ്മനെ കിട്ടിക്കണം കേട്ടോ. വരുന്ന വരവില് എന്തോ ഭാഗ്യത്തിനാണ് തോന്നുന്നുണ്ട് ഈ കടയിലൊന്ന് കേറി. പക്ഷെ സാധനം ഇവിടെ അല്ല. മുമ്പ് വേറെ ലൊക്കേഷൻ നമുക്ക് പറഞ്ഞു നിൽക്കണേ, അവിടെ പോയി നോക്കട്ടെ. തത്തമ്മ ഉണ്ട് എന്നാ പറഞ്ഞത്. തത്തമ്മക്ക് തത്തമ്മ, വെറും കൈയോടെ പോകണ്ടല്ലോ. എന്താ നമുക്ക് നമ്മളെന്താ പറയാ, വെറും തത്തന്റെ കടയിൽ മാത്രം തെരഞ്ഞെടുത്ത കാര്യമല്ല, കുന്നം പോയി കഴിഞ്ഞാൽ കുടത്തിലും തപ്പണം എന്നാണ്. അതെ. അപ്പൊ നമ്മള് മീൻ കടയിലൊക്കെ നമ്മൾ എന്താണ് ചോദിച്ചു നോക്കി. അപ്പോൾ നമുക്ക് പറഞ്ഞൊരു സ്ഥലം പോയി നോക്കട്ടെ, ഉണ്ടായാ മതി. ഇല്ലടാ അതെ, പ്രതീക്ഷ ഉണ്ട്, ചെന്ന് നോക്കട്ടെ എന്തായാലും. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞൊരു ഷോപ്പിൽ എത്തിക്കണ്. ഇല്ലടാ ഇവിടെയെങ്കിലും ഉണ്ടായാൽ തിരിഞ്ഞ് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഏതൊക്കെ ഉണ്ട് കേട്ടോ. വീണ്ടും ദുഃഖകരമായ വാർത്ത. ഇല്ലടാ അതെ, ഇവിടെയും ഇല്ല. അവിടെ ഉണ്ട് എന്നുള്ള പറഞ്ഞ സ്ഥലത്തേക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മൾ പോന്നാണ്ട് സ്ഥലത്ത് എത്തിക്കണ്. ഓര് പറഞ്ഞ ലൊക്കേഷൻ സാധനം ഉണ്ട് എന്നാട്ടോ മൂപ്പരാൻ പറഞ്ഞത്. നോക്കി നോക്കട്ടെ.
ആകെ തൊട്ട് ഞാനോ ഈ ഷോപ്പിൽ സാധനം ഇല്ല കേട്ടോ. മൂപ്പരാൻ്റെ വേറെ ഷോപ്പ് ഉണ്ട്, അവിടെ ഉണ്ട്. ഇപ്പൊ നമ്മളോട് അങ്ങോട്ട് ലൊക്കേഷൻ പറഞ്ഞു നിൽക്കണേ, നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം. സാധനം എന്തായാലും ഉണ്ട്. സാധനത്തിന് കൊണ്ടേ നമ്മള് വരി പോവുള്ളൂ. നമ്മള് ഷോപ്പെന്ന് വിചാരിച്ച ഷോപ്പല്ലേ, ഒരു വീട്ടിലേക്കാണ്. ആ ഞങ്ങൾ തന്നെ ആണോ? അല്ല നമ്മളെ വീഡിയോ വീഡിയോ എടുക്കണ്ട്. വരി മാറ്റിട്ട് വരി. അതൊക്കെ കുറവായി. എന്നാ വരി എന്നാലേ കള്ളന്റെ അടുത്ത് ഇറങ്ങിയ സാധനം സെറ്റില് സംഭവം സെറ്റ് ആട്ടോ. പിന്നെ വേറെ ഒന്നുണ്ട്, നമ്മൾ ഈ വീട്ടിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സും കൂടിയാണ് കൈസ്. അപ്പൊ നല്ല സന്തോഷമായി. താത്താക്ക് ആകെ പൊടി വയ്ക്കണേ. ഇത് കുറച്ച് വലിയ സിറിഞ്ചാണ്. ഇതാവുമാർക്ക് വായിലൊന്നും കൊത്തൂല. എടുത്തിട്ട് കാണിച്ചു കൊടുത്താൽ തന്നെ അവര് ഇതാക്കിക്കോളൂല്ലേ. ഇതില് ഈ തത്തപ്പൊടി ചെറിയൊരു ഇതുണ്ട്. അതായത് അത് ഉണ്ടായപ്പോ തന്നെ മുട്ട വിരിഞ്ഞപ്പോ തന്നെ കാല് ചെറിയൊരു ഇതാണ്. കാല് ഇല്ല പാവം. നമ്മളത് ഇണങ്ങിട്ടോ. ഇണങ്ങിയെന്നോ പള്ളറിഞ്ഞ് കുത്തിരിക്കാണത്. അതിന് ഓല് കൊടുക്കണേ, ഓലെന്നെ വളർത്തണെന്ന് പറയുന്നത്. അവസാനം ഞങ്ങളെ മുതലിനെ ഞങ്ങക്ക് കൈ കിട്ടിയേക്കാണ്. എവിടെ ചെങ്ങായി പെട്ടിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഉള്ളിലുണ്ട്. അതിനെ ടൈമില് കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാലും നമ്മളെ സാധനം ഞമ്മക്ക് തന്നെ കിട്ടല്ല, നമുക്ക് എന്തായാലും കിട്ടും. പിന്നെ ആ താത്തൊക്കെ ഭയങ്കര കമ്പനി ആയിട്ടോ. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നത് നമ്മളെ സബ്സ്ക്രൈബർ ആണ്. നമ്മളെ വീഡിയോ ഡെയിലി കാണുന്നുണ്ട്. നമ്മൾ പിന്നെ അവിടുന്ന് മാങ്ങാ ജ്യൂസ് ഒക്കെ കുടിച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. നമ്മൾക്ക് കിട്ടും തന്നെ വിചാരിച്ചിട്ടില്ല, പക്ഷെ എന്തോ ലക്ക് അല്ലേ. കൂട് തപ്പി ഇറങ്ങിയാണ് ഞങ്ങൾക്ക്. നമ്മള് കൊറേ കാളി അന്വേഷിച്ചെടുക്കണേ. നമുക്ക് ഇതിനൊന്നും വളർത്തി സെറ്റ് ആക്കണം. ഇനിയിപ്പോ നമ്മള് നേരെ പോണം അതിന്റെ തീറ്റ വാങ്ങാനല്ലേ. തീറ്റ വാങ്ങണം. അത് കഴിഞ്ഞിട്ട് ഇനി നേരെ പെരി പോകണം. ഉമ്മാക്കും അമ്മക്കും കാട്ടി കൊടുക്കണം. ഇമ്മാനോട് പറഞ്ഞത് മറ്റീന്റെ അണ്ണനെ കൊണ്ടുവരാനാണ് പറഞ്ഞത്. പറഞ്ഞേ മറ്റീന്റെ അണ്ണനെ ചിലപ്പോ വാങ്ങും പറഞ്ഞിട്ടില്ലേ. ആണോ? നമുക്കേ ഒരു കൂടുമ്പാട വാങ്ങണം. ഒരു ചെറിയ മറ്റേ കൂടുമ്പാട വാങ്ങാം. ആണോ? അപ്പൊ നമുക്ക് നേരെ ഞങ്ങോട്ട് പോയി നോക്കാം. 200 ഗ്രാം പുറത്ത് നോക്കിട്ടേ അതിനുള്ളൂ. പെരിയിലുണ്ട്. നമ്മളെ തീറ്റ കിട്ടി. ഈ സാധനം കൊണ്ട് നമുക്ക് വേറെ പരിപാടി ഉണ്ട്. കുറച്ച് കഴിഞ്ഞാലേ ഞങ്ങൾക്ക് അറിയുള്ളൂ അല്ലേ. വാങ്ങിക്കൊന്ന അതുകൊണ്ട് നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്. അത് സർപ്രൈസ് ആണ്. അത് നിങ്ങൾ തന്നെ കണ്ടോണ്ടി. നമുക്ക് ഇത് വാങ്ങിയാൽ നമുക്ക് പോവാം. അതൊക്കെ നിങ്ങൾ കണ്ടോണ്ടി കാണണോ. അങ്ങനെ നമ്മൾ ചെക്കനെയും കൊണ്ടുവണ്ട് നമ്മളൊരു സ്ഥലത്തേക്ക് നോക്കുകയാണ്. ചെറുക്കനാണോ അത് ചെറുക്കത്തിയാണോ എന്നറിയില്ല. ഒരു കൂട് നോക്കിക്കണം. ആരാണെന്ന് അറിയില്ല. ഇതിന്റെ ആണാണ് പറഞ്ഞത്. ഇതിന്റെ ഇത് ഫീമെയിൽ ആണോ മെയിൽ ആണോ അറിയാമെന്നുണ്ടെങ്കിൽ DNA ഒക്കെ ബ്ലഡ് അയക്കണം എന്നാണ് പറയുന്നത്. മനുഷ്യന്മാരികളും കട്ടാണ്. ഇതിന്റെ വളർത്തലാണ് നയിപ്പ്. അങ്ങനെ നമ്മള് സാധനങ്ങൾ വാങ്ങി. മറ്റേ ഫുഡ് ആട്ടോ. പിന്നെ 2 കപ്പും വാങ്ങിക്കണം. അതിലേക്ക് വെള്ളം കുടിച്ചാണ് ഇതിനൊക്കെ. വലുതാവുമ്പോ അതിനെ കളിച്ച് വലുതാവുമ്പോ കേട്ടോ. ഇതാണ് നമ്മളെ ചെറുക്കം. അപ്പൊ നമുക്ക് നേരെ പോകാൻ നോക്കാം. നേരെ വലിക്കുക. ഗൈസ് നമ്മളിപ്പോ പെരന്റെ അടിഭാഗത്ത് എത്തിക്കണം കേട്ടോ. എന്താകും ഉമ്മാന്റെ അടുത്ത് നിന്ന് ചീത്ത കിട്ടോ ഉമ്മാന്റെ അടുത്ത് നിന്ന് ചീത്ത കിട്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം അവരോട് പറഞ്ഞിട്ടില്ല. അവരോട് എന്താ പറഞ്ഞത്, എന്താ കൂട് വാങ്ങാൻ പോകാൻ. അവരോട് കൂടും വാങ്ങാൻ പറഞ്ഞു. പിന്നെ ചിലപ്പോ തത്തക്ക് മറ്റേ തത്തക്ക് ഒരു അണനെ കിട്ടുകയാണെങ്കിൽ അതും പറഞ്ഞു. ഇതിപ്പോ രണ്ടും അല്ല, തത്തക്കുട്ടിയും ചെറിയൊരു തത്തക്കൂടും. പോയി നോക്കാം. ബാക്കി വരുന്നോടത്ത് വെച്ച് കാണാം. അല്ല പിന്നെ അങ്ങനെ നമ്മൾ വീടെത്തിയിരിക്കുന്നു. നമ്മൾ മുറ്റത്ത് കയറി കേറ്റണില്ല കേട്ടോ. അതെ, വണ്ടി 2 മുറ്റത്തേക്ക് ഇറങ്ങിയാണ്. എന്താ പറയാ കൂടെ ഇഷ്ടണ്ടേ. കൂടൊന്നുമില്ല. വരണുള്ളു കേറി ഉള്ളു കേറി വരണുള്ളു കേറി. പിന്നെ സെറ്റ് കൂടല്ലേ വലിയ കൂട്. ഈ ഒരു ഉറുണി കൂടോ ഇതിലിപ്പ അതിനെന്തിനാ വെക്കുക. അതിനല്ലേ എടുത്തു വേറെ താത്തമ്മയുടെ ഏത് വേറെ താത്തമ്മ എവിടെ എടുത്തു. ലവ് ബേർഡ്സുകളോ? മറ്റേ ലവ് ബേർഡ്സ്. അത് അപ്പൊ കൂട് കിട്ടിയില്ലേ? കൂടിന്റെ കാര്യം പറഞ്ഞുതരാം. അതൊക്കെ പറഞ്ഞതാ. ഇതതിന്റെ അടുത്തനാ. ഇതെന്താ
താറാവും കുട്ടിയോ പ്രാവും കുട്ടിയോ ഏയ് പ്രാവ് എങ്ങനെ അവിടെ മുതല കാവള് എന്ത് കുട്ടിയാടാ അവള് പരുന്തും കുട്ടിയോ ഇതെന്താണ് അല്ലമ്മ താറാവും കുട്ടി ഇതെന്തോ ഒരു കുട്ടിയാണ് അതിന് ചുണ്ട് കണ്ടിട്ട് ഉമ്മക്ക് എന്താ തോന്നുന്നേ ചുണ്ട് തത്ത കുട്ടിയാണ് പക്ഷേ അറിയില്ല ഉമ്മക്ക് എന്താ പറയാളേ കണ്ടിട്ട് പച്ചയാണ് തത്തയാണ് കഴിക്കണോ ഏയ് നമ്മള് തിന്നാൻ കൊടുക്കണം പച്ച കളറിലെ തത്തയാണ് എങ്ങനെ എന്ത് ഉമ്മ എന്താണ് പച്ച കളറിലെ തത്തയാണ് ഭാഗ്യട്ടോ വേറെ പറഞ്ഞൊന്നുമില്ല വേറെ സൈസ് തത്തല്ലേ വലിയ തത്ത വലിയ തത്തല്ല ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം മറ്റേ വലുതാവുമ്പോ കണ്ടോട്ടെ ഇത് വലുതാകുമ്പോ കണ്ടാ മതി ഫിൽമിയില് കണ്ടിക്കണ ഇമ്മാക്കും ഉമ്മമാക്കും ഇത് സസ്പെൻസ് ആണ്. അതായത് വലുതാകുമ്പോ പോലും കണ്ടോട്ടെ. ഞങ്ങൾക്കറിയാം, പക്ഷെ ഇത് തത്തയാണ്. തത്തയാണ്. ചുണ്ട് കണ്ടത് തത്തയാണ്. ആ കജ്ജുമ്മല് വളയൊക്കെ ഉണ്ട്. ഇത് ആണാണ് പെണ്ണറിയാൻ എങ്ങനെ അറിയോ? ഇതിന്റെ DNA അതായത് ഇതിന്റെ ചോര എടുത്തിട്ട് ഹൈദരാബാദ് കടക്കണം. ഹൈദരാബാദ് കയക്കണം. അതിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിട്ട് അറിയുള്ളൂ. പറഞ്ഞിട്ട് വലിയ കൂടുണ്ടല്ലോ, എന്താ പറഞ്ഞത്, ഒന്നല്ലെങ്കിൽ പറഞ്ഞുണ്ടാക്കിപ്പിച്ചണം. ബാക്കി വലിയ കൂടൊക്കെ പൂച്ചാളെ കൂടാണ്. ഇനി വേറൊരു കാര്യം പറയാണ്ട്, കുഞ്ഞു പൂച്ചകളില്ലാണ്. അതാണ് ആ പൂച്ചാക്കളെ ഞാൻ വേറെ ഞാൻ പറഞ്ഞുതരാം. പൂച്ചാളൊക്കെ കണ്ടു വിളിക്കും. ഏത് പൂട്ട് ഇപ്പൊ ജനിച്ച പൂട്ടാളി എല്ലാരും കണ്ടു വിളിക്കും. ഓലെന്താട്ടണ് പാവങ്ങളല്ലേ ഇറ്റൊക്കെ കാണിച്ചു കൊടുക്കണം. എന്നിട്ടാണ് പിടിച്ചാല് പിടിച്ചല്ല, ഞാൻ പറഞ്ഞേരാ ബാക്കി. ഉമ്മ എന്ത് അന്തം വിട്ട് ഉത്തിരിക്കണേ? ഉമ്മ എന്താ അന്തം വിട്ട് ഉത്തിരിക്കണേ? ഉറങ്ങണിയോ? ഉറങ്ങാണി ആ മുഖം കണ്ടാ കുഞ്ഞുങ്ങൾ വന്നിക്കണു. ഓലിക്ക് എന്ത് കിളി? ഔ ഇവർക്ക് എന്ത് കിളി? ഞാൻ കാണിച്ചു തരാം. ഈ നത്തുറങ്ങിയ സാധനങ്ങളുണ്ട് നമ്മളെ പൂച്ചക്കുട്ടികള്. മനസ്സിലായിട്ട് പിന്നെ അവിടെ തൊട്ടാണ്ടല്ലോ. എവിടെ വലിയ പൂച്ചാളുണ്ട്, വലിയോലെയാണ് കിട്ടണ്ടേ. ഓരങ്ങളൊച്ചെടുത്ത് പാഞ്ഞു വലിയൊരു കൊണ്ടാണ് എല്ലാത്തിനും ഇതൊക്കെ അതിന് പിടിച്ചാ ഇതിന് പിടിച്ചാ. അതൊക്കെയാണ് മെയിൻ സാധനം. ആ സാധനത്തിന് പിടിക്കും. ഇതിനോ വിലക്കെ പറഞ്ഞുതരാം, അതൊക്കെ പറഞ്ഞുതരാം. ഇവന്റെ തൊള്ളിക്കൊന്നും വെച്ചു കൊടുക്കണ്ടോ. ഇതുണ്ടോ കേക്ക് നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. ചുറ്റു കണ്ടോ? കണ്ടോ? ഇത് കണ്ടോ? കാണുന്നുണ്ടോ? എന്ത് ഞാൻ അടുത്തത് അത് പറഞ്ഞു കൊടുക്ക. എന്താ മോനോട് പറഞ്ഞു കൊടുക്ക്. ഞാൻ എന്ത് പറഞ്ഞു കേട്ടോ? ചുറ്റോ നീ പൂച്ചാളി എവിടെ ഉണ്ടെങ്കിലും, ഓടുമ്പുറത്തായാലും എവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും കേട്ടോളി, ഈ സാധനത്തിനെ ഈ എവിടെ ഇവർക്ക് പറഞ്ഞു കേട്ടോ. ഈ ലിമുനെ പൊടിച്ചു കഴിഞ്ഞാണ്ടല്ലോ. ലിമോ? ഏത് ലിമു? അത് പേരിട്ടു ഞാൻ പേര്. അപ്പൊ ഞാനാണ് പെണ്ണെന്ന് അറിയൊന്നുമില്ല. നമുക്ക് കുഴപ്പമില്ല. വളർന്ന് വലുതാവുമ്പോ നമുക്ക് DNA ഒക്കെ കൊടുക്കാം. അപ്പൊ നമ്മളെ ലിമുനെ തൊട്ട് കഴിഞ്ഞാല് 1-2 റുപ്യന്റെ മുതലല്ല, ഈ കുട്ടിക്ക് 4-6 റുപ്യാണ് കേട്ടോ. 4-6 റുപ്യന്റെ സാധനമാണിത്. പൂച്ചാളെങ്ങാണ്ട് തൊട്ട് കഴിഞ്ഞാണ്ടല്ലോ, പൂച്ചാളെ കജ്ജിയാൻ പറ്റും. പൂച്ചാളെ ജനിച്ചു വളർന്ന പൂച്ചല്ലേ. 4-6 റുപ്യന്റെ മുതലാണത്, അറിയോ? ഇതിനെ എവിടെ തൂക്കിയിടല്ല, ഇതിന് ഞാൻ നോക്കിക്കോണ്ട്, റൂമിലിട്ട് നോക്കിക്കോണ്ട്. ഇതിനിപ്പോ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഒരു പറഞ്ഞത് ഇതാണ് അതിന്റെ തീറ്റ. 1 സ്പൂണ് എടുത്തിട്ട് ചൂടുവെള്ളം ആക്കുക. ഒരു നേരിയ ചൂടുവെള്ളം, ഓവർ ചൂടാനൊന്നും പാടില്ല. ഇങ്ങനെ കൊടുക്കുക. ഈ സാധനമാണ് ഏറ്റവും കൂടുതൽ ഇണങ്ങുന്ന സാധനം, അറിയോ? മനുഷ്യന്മാരെ ഏറ്റവും കൂടുതൽ നല്ല ഇണങ്ങുന്ന സാധനമാണ് ഇതൊന്നും കൊടുക്കാൻ. ഇതെന്തിനാ അറിയോ? വളർന്ന് വലുതാവുമ്പോ ഇതിന്റെ കുടിച്ചാലുള്ള സാധനം. ഇതിനെ വാങ്ങിയത് എവിടുന്നാന്ന് പറയാൻ വേണ്ടിട്ട് ഞങ്ങൾ ചെന്നു, അറിയോ? എത്ര സ്ഥലത്ത് കൂടെ ചെന്നു. ഇതിനെ വാങ്ങാനൊന്നും നമ്മൾ വിചാരിച്ചില്ല. നമ്മൾ അതിന്റെ ഒരു എണ്ണനെ വാങ്ങാൻ നോക്കി, പക്ഷെ അതിന്റെ എണ്ണനൊന്നും എവിടെ ഇല്ല. എല്ലായിടത്തും എണ്ണം ജോഡിയുള്ളൂ. അതിനാണെങ്കിൽ അതിന് എത്ര റുപ്യ? 5,000 റുപ്യ. അതിന് 5,000 റുപ്യ ജോഡിക്ക്. നമ്മളത് ഇല്ലതാണല്ലേ ഇതിന്. ഇതിന് ജോഡിക്ക് 16,000 റുപ്യ. 16,000 റേറ്റ് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പറഞ്ഞു കൊടുക്കാം. സണ്ണ് ലിമു ഞമ്മള് ഇട്ട പേര്. ഇത് ഈ ഇനത്തിന്റെ പേര് സണ്ണ്. സണ്ണ് പിന്നെ വേറെ എന്തൊക്കെ പേരുണ്ട്. ഫോണിൽ സെർച്ച് ചെയ്യാം. അടിപൊളി. ഫോൺ സെർച്ച് ചെയ്താലും കിട്ടൂല. 50,000 റുപ്യ ഒരു തത്തമ്മ. തള്ളി കള്ളൊക്കെ ഉണ്ട്. അവിടെ പേജിലുണ്ട്. വലുതിനെ കിട്ടിയിട്ട് അമ്മക്ക് എന്തിനാ പോലും? അതെ
നമുക്ക് ഇണക്കണമെന്നുണ്ടെങ്കിൽ ചെറുതിനല്ലേ വേണ്ടി ഇതുണ്ടല്ലോ ഞങ്ങൾ ആ പീടിക്ക് കയറി അതിന്റെ തള്ളനെ പോലും ഞങ്ങൾ കൈ ഇട്ടിട്ടുണ്ടല്ലോ ആ തള്ള ഞങ്ങളെ കൈമ കയറിക്ക അങ്ങനത്തെ സാധനമാണിത് പൂച്ചാളെ കായാണ് പൂച്ചാളെ കാണിച്ചു കൊടുക്കുക പൂച്ചാളെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞോളൂ കേട്ടോ DM മെസ്സേജ് പൂച്ച വേണമെന്നുണ്ടെങ്കിൽ ഒരു പൂച്ച മതി 4000 റുപ്യ ഈ സൈസ് ഇഞ്ഞുണ്ടോ കൊടുക്കാന് നല്ല സ്ഥലത്ത് നോക്കിയിടേ ഇവിടെ എന്റെ അടുത്ത് നോട്ടെ കക്കൂസിന്റെ അവിടെ ഉണ്ട് കുളത്തിനെ കമ്പി എന്താ സഞ്ചിയൊക്കെ കക്കൂസ് കൊണ്ടേ ഈ കമ്പി ഇപ്പൊ മെനക്കെട്ട് കൊണ്ടുവന്നത് ഞാൻ കരുതി അല്ലാക്കിന് വലിയ ഏതെങ്കിലും കമ്പിക്കായിരുന്നു ആ ഇത് മതി അത്യാവശ്യം നല്ല കമ്പീനെ കിട്ടിക്കണ് ഞാൻ നോക്കിക്കൊണ്ട് 24 മണിക്കൂറും ചാടി മറി ഇത് കൂടെ ഒക്കെ കേറി മറി ചാടി മാറി ഇന്റെ ഇമ്മമാരുടെ റൂമിക്ക് ഇപ്പൊ പൂച്ചാള് കയറില്ലല്ലോ ആരറിഞ്ഞു തരുന്നില്ലാന്ന് അങ്ങനെയോ അങ്ങോട്ട് കേറിയിട്ട് അങ്ങോട്ട് പോവുകയാണ് കഴിഞ്ഞാണ്ട് അതിനുള്ളിൽ നേരം വെക്കുമ്പോ ഒരു പുണ്ടി രോമാണ് ഉമ്മ പറഞ്ഞത് ശരിയാണ് അപ്പൊ പൂച്ചാള് വേഗം ഒഴിവാക്കണം ഇമ്മാക്കൊരു ഏതുമായി അതെ ലിമു ട്ടോ ഇനി തീറ്റ കൊടുക്കുമ്പോ ലിമു ഓക്കെ ലിമു അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്കും അതിനൊക്കെ ഒരേ പ്രായം ലിമു കുഞ്ഞുങ്ങളാണ് വലുതാട്ട ലിമു കുട്ടിയെ ഇനി ഇതാണ് എന്റെ പേര ഇതാണ് എന്റെ പേര അതിലടച്ചാ ഇനി പെണ്ണാണ് അതിലുണ്ടല്ലേ അത് 3 കുട്ടികളാ അതിലൊരു കുട്ടിക്ക് കാലില്ലല്ലേ അത് വേറെ കുട്ടി അത് നമ്മൾ ചെന്ന പേരാണെന്നുണ്ടെങ്കിൽ ആ താത്ത ഞങ്ങളെ കണ്ട് അന്തം വിട്ടിക്കണ് ആ താത്ത നമ്മളെ വീഡിയോ കാണാണേ താത്ത നമ്മളെ വീഡിയോ കണ്ടിട്ട് ആ അന്തം വിട്ടിക്കണ് താത്ത എന്നിട്ട് താത്ത ആകെ അന്തം വിട്ടിക്ക എന്നിട്ട് ഇമ്മായി മാമാനൊക്കെ ചോദിച്ചു എന്താ പറയല്ലേ ഓലോട് നല്ല ആൾക്കാരോട് എന്താ മമ്മക്ക് പറയല്ലേ പറയല്ലേ നമ്മളെ എല്ലാരും കാണണം നമ്മളും എല്ലാരും കാണാം പറഞ്ഞിനി നിങ്ങളെ കാണാൻ വരുന്നുണ്ടായിനി നമ്മളെവിടെയാ നടന്നപ്പോന്നൊക്കെ പക്ഷെ അപ്രതീക്ഷിതമായിട്ട് കണ്ടു എന്നുള്ള ഇത് ഉണ്ടായി ആന്ന് താത്ത എന്നിട്ട് ജ്യൂസൊക്കെ കളിക്ക് തന്നിക്ക എന്നിട്ട് ചോറ് എന്നിട്ട് പോയാൽ മതി എന്തൊക്കെയാ അതറിയുന്നത് നമ്മള് ഇതിനായിട്ട് പോയതല്ല പോയാലോ ഒരു പെരീന്നാ പീടി പോയപ്പോ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെ മാറി ഇതിങ്ങനെ ഷോപ്പിൽ വെക്കൂലല്ലോ ഇങ്ങനെ വളർത്തുകയാണ് ഓല് ഇപ്പൊ ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനടി കൊടുക്കാം നമ്പർ ഇതിനടി കൊടുക്കാം കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ പൂച്ചയാണോ കുറ്റം പൂച്ച വേണം അല്ല നിങ്ങളൊന്ന് പറയും പൂച്ച വേണോ ഒന്ന് അത് മതി കുട്ടികളല്ലേ അതന്നെ ഞാൻ പറഞ്ഞത് കുട്ടികളെ കുട്ടികളെ വേണം നമ്മളോട് 2-3 ആൾക്കാർ കോളുകാർ വന്നിട്ടോ വാട് നിന്റെ വേഗം ബുക്ക് ചെയ്തോളി പിന്നെ ആ സാധനത്തിന് എനിക്ക് കിട്ടൂല കമന്റ് ബോക്സിൽ അങ്ങനെ പറയണേ എനിക്ക് ഈറ്റുങ്ങള് ഏകൊരു സമാധാനം ഈ പൂച്ചക്കുട്ടികളെ സമാധാനം ആ നോക്കലും തത്തമ്മ നോക്കിയാണ്ടല്ലോ കൊടുക്കുമ്പോ ഇങ്ങോട്ട് സ്നേഹം തരുന്നതാണ് പൂച്ച ഇമ്മത് മാറ്റി പറയും അതിന്റെ നോക്കി കഴിഞ്ഞ മാറ്റി പറയും അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ആക്കുന്നത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഗൈസ് ബൈ അടുത്ത വീഡിയോസിൽ കാണാം അതെ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും